ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് പോകുന്നത് മൈസൂരാണ്. മൈസൂർ നമ്മൾ മാത്രമല്ല, ഫാമിലി ആയിട്ടാണ് പോകുന്നത്. 4:45 നമ്മൾ ട്രെയിൻ എടുക്കുന്നത്. നാളെ മോർണിംഗ് ഒരു 11:15 അവിടെ എത്തും. ബാക്കി വിശേഷങ്ങളൊക്കെ നമ്മൾ അവിടെ വെച്ച് കാണാം ഗൈസ്. നമ്മളങ്ങനെ ബാംഗ്ലൂർ എത്തി. ഫൈനലി ഞങ്ങളുടെ അക്കോമഡേഷൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഒരു വില്ലയാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. ഒരു വില്ല ആകുമ്പോൾ ഞങ്ങളുടെ ഫാമിലി എല്ലാവരും ഉണ്ട്. ഞങ്ങളുടെ ഹസ്ബൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഫാമിലി കംപ്ലീറ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ട അക്കോമഡേറ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു വില്ല അങ്ങനെയാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. അതിന് മുന്നേ നമുക്ക് ഇവിടുത്തെ ഹൗസ് ഓണറിനോട് സംസാരിക്കാം കേട്ടോ. I am the owner of this place, and this is a beautiful city of Mysore, city of palaces. And this place is basically located at the heart of the city, just 5 kilometers away from railway station, bus stand, Mysore Palace. All these things are accessible just within few kilometers, and this area has good atmosphere, ambience, and at the same time good food. Supermarkets and all those things are available, so that people can come here, cook on their own. And this property has 3 bedrooms with all attached bathrooms, full-fledged kitchen, dining, living area, a foyer area, with ample of car parking space. Thank you. കയറി വരുമ്പോൾ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സൈക്കിൾ, പിന്നെ നമ്മുടെ വൈഫൈ സ്കാൻസ്, പിന്നെ താഴെ ലോക്കർ പോലെ കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അടിപൊളിയായിട്ടൊരു ലിവിങ് ആണ്, ഒരു സോഫ, പിന്നെ സൈഡിലും നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളൊരു ഇതാണ്. സെൻട്രലൈസ്ഡ് AC, പിന്നെ TV ഉണ്ട്. നമുക്ക് ഫസ്റ്റ് കയറുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. ഇപ്പോൾ ഞങ്ങൾ വന്ന് കയറിയുള്ളൂ, അപ്പോൾ കാര്യങ്ങളൊക്കെ നടക്കുക. അത് ബാത്റൂമാണ്, വാഷ്റൂം അതാരും ഉണ്ട്. അപ്പോൾ നല്ല സീനറീസൊക്കെ, നല്ലൊരു വാഷ്റൂം. പിന്നെ വരുന്നത് നേരെ ഇവിടെ നിന്ന് നേരെ കുറച്ചുകൂടെ പോകുമ്പോഴത്തേക്ക് വീണ്ടും വരുന്നൊരു ലെഫ്റ്റ് സൈഡിലായിട്ട് പോകുമ്പോഴത്തേക്ക് വീണ്ടും ഒരു ബെഡ്റൂമാണ്. ഇവിടെയും നല്ല സീനറീസും നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ളൊരു ബെഡ്റൂമാണ്. വലിയ കബോർഡ്സൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ സ്പീഡായിട്ട് എടുക്കണം എന്ന് പറഞ്ഞാൽ ഒന്നും അറേഞ്ച്ഡ് ആയിട്ടില്ല, ഞങ്ങൾ വന്ന് കയറിയിട്ടേ ഉള്ളൂ ഇവിടെ. പിന്നെ ഇവിടെയും സെയിമാണ്. പിന്നെ ഇവിടെ നമ്മുടെ അയൺ ബോക്സ്, നമുക്ക് ഡ്രസ്സൊക്കെ അയൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അയൺ ബോക്സും, പിന്നെ ഇവിടെ ഫുൾ കബോർഡ്സ് ആണല്ലോ, നമുക്ക് കൊണ്ടുവരുന്ന ലഗേജസൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ലഗേജസിൻ്റെ കബോർഡ്സും, പിന്നെ നല്ലൊരു ബെഡും. പിന്നെ എല്ലാ റൂംസിലും സ്പെഷ്യലായിട്ട് ഇവിടെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഒരു അഡീഷണൽ ആയിട്ടൊരു ബെഡ് ഉണ്ട് കേട്ടോ. എല്ലാ റൂമിലും അഡീഷണൽ ആയിട്ട് ബെഡ് ഉണ്ട്. പിന്നെ വീണ്ടും നമുക്ക് ഒരു 3 ബെഡ്റൂമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മുടെ ഏരിയ, ലിവിങ് ഏരിയ. വൈക്കൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു കിച്ചണുണ്ട്. നമ്മൾ എന്തായാലും ഫുഡൊക്കെ മേടിച്ചുകൊണ്ട് സാധനങ്ങൾ കൊണ്ടുവന്നു. ഒരു കുഞ്ഞു കുക്കിംഗ് പപ്പയാണെന്നത്തെ ഇവിടുത്തെ കുക്കിംഗ്. ഇത് മുളക് കറി, ഇഡ്ഡലിക്ക് മുളക് കറി. എന്തൊക്കെയാ വെക്കണ്ടേ? ഇത് ആദ്യം പാൻ ചൂടാക്കുക, പിന്നെ എന്താ വെക്കണ്ടേ? എന്നിട്ട് എണ്ണ ഒഴിക്കുക, എണ്ണ ഒഴിച്ചിട്ട് കടുക് ഇടുക, എന്നിട്ട് പക്ഷെ നമുക്ക് കടുകില്ല ഗൈസ്. എന്നിട്ട് ഉള്ളി ഇട്ട് മൂപ്പിക്കുക. അത് കഴിഞ്ഞ് മുളക് പൊടി ഇടുക. അത് കഴിഞ്ഞിട്ട് പുളി ഒഴിക്കുക, എന്നിട്ട് ഉപ്പിടുക, എന്നിട്ട് പാൻ താഴെ ഇറക്കി വയ്ക്കുക, ദോശയിൽ ഒഴിക്കുക, കഴിക്കുക. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ കറി. ഞങ്ങളപ്പോൾ റൂമിൽ നിന്ന് എല്ലാവരും ഫ്രഷപ്പായി ഇറങ്ങി. ഇനി നേരെ ഞങ്ങൾ ഫസ്റ്റ് പോകുന്നത് നമ്മുടെ പയാന കാർ മ്യൂസിയത്തിലോട്ടാണ്. എല്ലാവർക്കും അറിയാം, വലിയൊരു വിൻറ്റേജ് കാർസിൻ്റെ കളക്ഷൻസ് ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഫാമിലി എല്ലാവരും റെഡി ആയിക്കൊണ്ടിരുന്നു. മാക്സിമം കുറേ പേരൊക്കെ ഇറങ്ങി ബേബിയുടെ കരച്ചിലേക്ക് കേൾക്കാം. ബാക്കിയെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം ബാക്കി നമുക്ക് പോകുന്ന വഴിക്കുള്ള വിശേഷം നമുക്കെല്ലാം അതുവഴി കാണാൻ കഴിയും. അങ്ങനെ നമ്മൾ വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. വണ്ടി എത്തി. ഞങ്ങൾ 4 പേര് മാത്രമേ ഉള്ളൂ. ബാക്കി ഫാമിലി എല്ലാവരും വേറൊരു ഊബർ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവരതിൽ പോയി.
ഞങ്ങളങ്ങനെ കയറി. ഇത് നമ്മുടെ റൈക്ക ബേബി സ്റ്റോറിലെ ന്യൂ ഡ്രസ്സസ് കളക്ഷൻസ് ആണ്. കൊള്ളാവോ ഗൈസ്? അതും കൂടെ പറഞ്ഞു. നമ്മുടെ റൈക്ക ബേബി സ്റ്റോറിൻ്റെ മോഡലാണ്. നമ്മളങ്ങനെ നമ്മുടെ പയാന കാർ മ്യൂസിയത്തിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. ഹലോ, അങ്ങനെ നമ്മൾ എവിടെയാ? നമ്മുടെ പയാന കാർ മ്യൂസിയത്തിലെത്തി. ഇന്ത്യയിൽ തന്നെ ലാർജസ്റ്റ് വിൻറ്റേജ് കാർ കളക്ഷൻസ് ഉള്ള ഒരു മ്യൂസിയമാണ്. അപ്പോൾ നമ്മുടെ ഫാമിലി എല്ലാവരും അകത്തെത്തിക്കഴിഞ്ഞു. ഞങ്ങളിപ്പോൾ എത്തിയതേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ എനിക്കൊന്ന് കാറിൻ്റെ ഒരു കാർ കളക്ഷൻസ് ആയതുകൊണ്ട് നമ്മുടെ ഇതിൻ്റെ ഒരു ഡിസൈൻ തന്നെ ഒരു ടയറിൻ്റെ ലുക്കാണ്. ബാക്കി നമുക്ക് അകത്ത് പോയി കാണാം ഗൈസ്. ഓക്കെ വാ. ഫസ്റ്റ് കയറുമ്പോൾ തന്നെ ഒരു കാറിനെ ഒരു കാള വലിച്ചുകൊണ്ട് പോകുന്ന ഒരു എംബ്ലമാണ് പയാന കാർ മ്യൂസിയത്തിന് കൊടുത്തിട്ടുള്ളത്. പാരൻസ് അകത്ത് നിൽപ്പുണ്ട്. കുറേ നേരമായിട്ട് അവർ നമുക്ക് വെയിറ്റിംഗ് ആണ്. നമ്മളപ്പോൾ അകത്തങ്ങനെ എൻട്രി ചെയ്തു. ഫസ്റ്റ് എൻട്രി ചെയ്യുന്ന നമ്മുടെ ടിക്കറ്റാണ്. നമ്മളിപ്പോൾ ടിക്കറ്റ് ഓൾറെഡി എടുത്തു. ഫസ്റ്റ് കയറുമ്പം തന്നെ ഒരു കാറാണ് ഗൈസ്. നമ്മളിപ്പോൾ ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 50 രൂപ വെച്ചിട്ടാണ്. അങ്ങനെ നമ്മൾ മൊത്തത്തിൽ 8 പേരുണ്ട്. 8 പേർക്കുള്ള ടിക്കറ്റ് 400 രൂപയാണ് നമ്മുടെ ടിക്കറ്റ് ആയിരിക്കുന്നത്. നമ്മുടെ ഡീറ്റെയിൽസ് ഇവിടെ സ്ട്രാപ്പ് ചെയ്തിട്ടാണ് കയറുന്നത്. ഇതൊക്കെ നമ്മുടെ പഴയകാല കാളവണ്ടി മുതലാണ് തുടങ്ങിയിരിക്കുന്നത് കേട്ടോ. ഇവിടുത്തെ ഫസ്റ്റ് വീൽസ് അത് ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ നമ്മൾ ആദ്യം വീൽസിലാണ് സ്റ്റാർട്ടായിരിക്കുന്നത്. പണ്ട് കാലത്ത് പിള്ളേരൊക്കെ നമ്മുടെ ടയർ ഉരുട്ടിയല്ലേ നടന്നത്. അപ്പോൾ ആ ഒരു കാലം മുതലാണ് അവരതിൽ കാണിച്ചേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ടായതാണ് ഫസ്റ്റ് കണ്ട ആ ഒരു കാളവണ്ടി. പിന്നെ അപ്ഡേറ്റായി കാള മറ്റേ ഫ്രണ്ടിൽ വെച്ചിട്ട് വലിച്ചുകൊണ്ട് പോകത്തക്ക രീതിയിലുള്ളതാക്കി. അത് കഴിഞ്ഞ് നമ്മുടെ അകത്തൊരാക്കി ഇരുന്നിട്ട്, ഇല്ലെങ്കിൽ നമ്മുടെ കണ്ടിട്ടില്ലേ സിനിമയിലൊക്കെ ഉള്ള പോലെ, ഇല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടില്ല. കാരണം പണ്ടത്തെ കാലഘട്ടത്ത് ഈ ഒരു എന്താ പറയുന്നത്, ഈ രാജാവ് രാജകുമാരിയൊക്കെ വെച്ചേക്കുന്നൊരു ടൈപ്പാക്കി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു കാലമെത്തി, ടയേഴ്സിൻ്റെ കാലമെത്തി. പിന്നെ പതിയെ കയറി ഫിയറ്റ് 521 ആണത്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. 1931 ഫിയറ്റ് 521 ആണ്. അത് കഴിഞ്ഞിട്ട് എന്നാ വിഷയമെന്നേ, ഒരു കാർ പ്രേമികൾ ഉറപ്പായിട്ടും എത്തിയിരിക്കണം. ഇത് 1992 ഇറങ്ങിയൊരു വണ്ടിയാണ്. അതിൻ്റെ പേര് ജർമ്മനിയാണ് ഇതിൻ്റെ ഒരു. പിന്നെ ഓസ്റ്റിൻ RM സലൂൺ. ഇത് ഭയങ്കര ക്യൂട്ടല്ലേ, ക്യൂട്ട് കാർസ്. ഫോർഡിൻ്റെയാണ്. ഫോർഡ് പെർഫെക്റ്റ് E93 ഫോർഡിൻ്റെ തന്നെ അടുത്തൊരു കളക്ഷൻസാണ്. മോറിസ് സീരീസ് ഇതാണ് കേട്ടോ. അത് ഇത് നമ്മുടെ ഒരു അംബാസിഡർ ലുക്കല്ലേ. ഇതേതാണെന്നറിയോ? എൻ്റെ അമ്മേ, സൂപ്പർ EB. നമ്മുടെ സ്കോഡ പോപ്പുലർ 420 റോഡ്കാസ്റ്റർ ആണത്. ഇതൊരു വമ്പൻ ക്യൂട്ട് ഐറ്റം. ജർമ്മൻ മോഡലാട്ടോ ഇത്. ഇത് ഇടയ്ക്ക് വെച്ച് അപ്ഡേറ്റായി എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ തോളിൽ വെച്ചിട്ട്, ഇവിടെ ഒരാൾ വയ്ക്കും, അങ്ങറ്റത്തൊരാൾ വെച്ചിട്ട് നമ്മൾ പോകുന്ന ട്രാവൽ ചെയ്തൊക്കെ ചെയ്യുന്നൊരു ചെറിയൊരു കാർട്ടാണ്. നെക്സ്റ്റ് വൺ ഗൈസ്, രാജാക്കന്മാരുടെ ചെറിയ വലിയ വാഹനം. ഹ്യൂജ്. ഇതേ ഇതിൽ യാത്ര ചെയ്തിട്ടുള്ള ഒരു പിക്കാട്ടോ ഇത്. അപ്പോൾ ഇതിനകത്ത് ഫുള്ള് നമ്മുടെ കാർസിൻ്റെ വലിയൊരു കളക്ഷൻസാണ്. അത് കഴിഞ്ഞിട്ട് നേരെ ടേൺ ചെയ്യുന്നത് നമ്മുടെ ബൈക്കാണ് കേട്ടോ. ഞാൻ അതും ഫുള്ളായിട്ട് കാണിക്കാം. സ്റ്റാർട്ടിങ് വിത്ത് ദിസ്.
വെസ്പ. ഇതൊക്കെ അറിയാലോ, നമ്മുടെ മലയാളികളുടെ ഡെയിലി യൂസേജ് വെഹിക്കിൾസ്. ഇതിനൊന്നും ഇപ്പോഴും എടുത്താൽ പവറാണ്. ഇതേ റോയൽ എൻഫീൽഡിൻ്റെ ഫസ്റ്റ് സീരീസ് മുതലുള്ള ബുള്ളറ്റാണ്. അടുത്തൊരു കാറാണ്. ആ കാറിനെ കുറിച്ചുള്ള ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 73 മീറ്റർ/ഹവറും 117 ഹൗസ് പവർ 56 HP at 3800 RPM. എൻജിൻ എന്ന് പറയുന്നത് 1911 ടോർക്ക്, അതൊക്കെയാണ്. ട്രാൻസ്മിഷൻസ് വെഹിക്കിളിൻ്റെ പേര് സിട്രോൺ ട്രാൻസാക്ഷൻ ഈവൻ്റ് ആണ്. ഈ വെഹിക്കിളിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ബാക്കിൽ കൊടുത്തിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ. ഇതാണെന്ന് തോന്നുന്നു കേട്ടോ അത്. ഈ കാറിനെ കുറിച്ചുള്ള ഡെഫിനിഷൻസ് ആണ് ഇത് കാണിക്കുന്ന ഫുൾ ഡീറ്റെയിൽസും. നമ്മുടെ കുതിര പവർ, ഇത് നമ്മുടെ അംബാസിഡർ ആണ്. നമ്മളെ ഇന്ത്യയിലെ മുത്ത്. എവറി വൺ ഹാവ് ദിസ് കാർ. നെക്സ്റ്റ് വന്നാണ് കേട്ടോ. ഇതിൻ്റെ ചെറിയൊരു ഗ്ലാസ് പൊട്ടിയിരിക്കുകയാണ്. മെയ്ഡ്, ഇത് അമേരിക്കൻ മാനുഫാക്ചർ ആണ് കേട്ടോ. ഫ്രാൻസ് മാനുഫാക്ചർ ആയിട്ടുള്ള കാറാണത്. ഇതിനകത്തൊരു ലുക്കുണ്ടല്ലേ എൻ്റെ അമ്മ. അടുത്ത വിഷയം സാധനം ഷെവർലെറ്റ് ഇംപാല. സൈസ് നോക്കൂ ഗൈസ്, അതിൻ്റെ ഒരു ഷെവർലെറ്റ് ഇംപാല. An American classic and popular movie car, Chevrolet popular flagship full-size passenger car that was among the better-selling American-made automobiles in the United States. അടുത്തുണ്ട് ഹിൽമാൻ 100 ആണ് കേട്ടോ. ഹിൽമാൻ 100 മെയ്ഡ് മാനുഫാക്ചറിങ് ഫ്രം UK. കളേഴ്സൊക്കെ റേഞ്ച് കളേഴ്സ്, ഭയങ്കര ക്യൂട്ട് തിങ്സ്. Opel Rekord Series B, manufactured in Germany. റേറ്റ് വെച്ചിട്ടുണ്ട് ബിക്കോസ് മോഡൽ 1947. ഇതിൻ്റെ this car was owned by Sri Chandrasekhara Venkat Raman, donated by his son. താഴോട്ട് നോക്കുമ്പോൾ ഇവിടെ എന്തൊക്കെയോ പണി നടക്കുന്നുണ്ട്. ഇനി നമ്മൾ പോകേണ്ടത് അങ്ങോട്ടേക്കാണ്. നമുക്കിവിടുന്ന് നേരെ താഴോട്ടുള്ളൊരു വഴിയാണ്. ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോറിലെല്ലാം കണ്ടു കഴിയുമ്പോഴത്തേക്ക് നേരെ നമ്മൾ പോകുന്ന ഏറ്റവും അണ്ടർഗ്രൗണ്ടിലോട്ടാണ്. അതും ഒരു സർക്കിൾ ഷേഡിലാണ് ഈ ഒരു ഗ്രൗണ്ട് വരുന്നത്. നമ്മൾ മേളിൽ കണ്ടുപോലെ കുറച്ച് ലൈറ്റ്സും കാര്യങ്ങളും ഇവിടെയും വെച്ചിട്ടുണ്ട്. അടുത്ത ഫിയറ്റാണ്. ക്യൂട്ടല്ലേ എല്ലാം കാണാൻ. എഗെയിൻ ഫിയറ്റ് ആണ്. ഇത് നമ്മൾ ജനിച്ചതിന് ശേഷമോ? ഇതോ
ഇതാണ് നമ്മുടെ ഫിയറ്റ് പ്രീമിയർ പത്മിനി. ഇതോ, ഇതാണ് പപ്പയുടെയൊക്കെ കല്യാണ വണ്ടി. ഇതാണ് നമ്മുടെ 2000 ഞാൻ ജനിച്ചതിന് ശേഷമുള്ള വണ്ടിയാണ്. സെക്യൂർഡ് വില്ലീസ്. ഇത് വില്ലീസ് അല്ലേ? This is വില്ലീസ്. എൻ്റെ ആക്ച്വലി ഫേവറേറ്റ് കാറാണ് കേട്ടോ വില്ലീസ്. മീൻസ് വണ്ടിയാണ് കേട്ടോ, ജീപ്പ് ടൈപ്സിൽ. നമ്മുടെ അടുത്ത എനിക്ക് ഈ കളർ ഒത്തിരി ഇഷ്ടമാണ്. ഈ ഒരു ഗ്രീൻ കളർ റഷ്യൻ മെയ്ഡാണ്, മാനുഫാക്ചർഡ് ഇൻ റഷ്യ. GAZ 69. അടുത്തത് സ്റ്റൈലർ പഞ്ച്. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഇതേത് വണ്ടിയാണ്? ഇതെനിക്കറിയത്തില്ല കേട്ടോ. അത് എഴുതിയിട്ടുണ്ട്, ബട്ട് ഞാൻ കേട്ടിട്ടില്ലാത്തതിൻ്റെ ഒരു അറിവില്ലാത്ത വേറൊരു സാധനമാണ് ഇതല്ലേ. ഇത് നമ്മുടെ അടുത്ത വില്ലീസിൻ്റെ ട്രക്കാണ്. വില്ലീസിൻ്റെ ട്രക്കാണ് കേട്ടോ ഗൈസ് ഇത്. അടുത്ത നമ്മുടെ ഫോർഡ് ട്രക്ക്. ഫോർഡ് ട്രക്ക് V8 ആണ്. ഇത് ടാറ്റയുടെ ട്രക്കാണ്. ടാറ്റയുടെ ട്രക്കാണ് കേട്ടോ അടുത്തത്. ഭംഗിയല്ലേ ഇത് കാണാൻ. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ക്രാസ് 260 മിലിറ്ററി ട്രക്ക്. സോവിയറ്റ് യൂണിയൻ, റഷ്യ. വിഷയം സാധനം. ടയറൊക്കെ നോക്കൂ ഗൈസ്, വളരെ ചെറിയൊരു വണ്ടി. ആ ടയറിൻ്റെ എൻ്റെ അമ്മോ വിഷയം ട്രക്ക് ഗൈസ്. ഹ്യൂജ് ഹ്യൂജ് ഹ്യൂജ്. ഞാൻ ഇതിൻ്റെ ടയറിൻ്റെ അത്ര പോലും ഇല്ല. ഞാൻ ഇതിൻ്റെ ടയറിൻ്റെ അത്രയെങ്കിലും ഉണ്ടായിരുന്നേ കൊള്ളായിരുന്നു. എൻ്റെ പകുതി പോലും ഇല്ല ഗൈസ്. ഞാൻ മെഴ്സിഡസ് ബെൻസ് ക്ലാസ്, ഈ ക്ലാസ് ആണ് കേട്ടോ. മെഴ്സിഡസ് ബെൻസ് 240D ആണത്. ഇതെല്ലാം ബെൻസ് സെക്ഷനാണ് കേട്ടോ. ഇത് 200D. ഈ 32. ടൊയോട്ട. ജാഗ്വർ XJ6. ഞാമോ ഇത് നല്ല സൈസ് ഉണ്ട് കേട്ടോ. ഞാൻ ദൂരത്തുനിന്നതിൻ്റെ ഒരു ഫ്ലീറ്റ് വുഡ്. ഇത് എനിക്കറിയില്ല കേട്ടോ. US കമ്പനി, അമേരിക്കൻ മാനുഫാക്ചേർഡ് ആണ്. എനിക്ക് വലിയ പിടുത്തമില്ല. അടുത്ത് നമ്മൾ വരുന്നത് ഒരു മസ്റ്റാങ്. മസ്റ്റാങ്ങാണ് കേട്ടോ. 1987 ഒരു അടുത്തൊരു കാറാണ്. മെയ്ഡ് ഇൻ ഇന്ത്യ. സ്റ്റാൻഡേർഡ് ആണ്. സ്റ്റാൻഡേർഡ് 2000 ആണ്. അടുത്ത അംബാസിഡർ എയർഫോഴ്സിൻ്റെ ആണ്.
ഇന്ത്യൻ എയർഫോഴ്സ്. എയർഫോഴ്സിൻ്റെ കേട്ടോ. ക്ലാസ് 3 നമ്മുടെ കൗണ്ടസ. ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, പുള്ളിയുടെ ഏറ്റവും ഫേവറേറ്റ് കാറാണ് കൗണ്ടസ. ലൈഫ് അച്ചീവ്മെൻ്റ് ആയിട്ട് വെച്ചേക്കണം, എന്തെങ്കിലും ഒരു കാറ്, ഡ്രീം കാറ് മേടിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ മണ്ടയ്ക്ക് വെച്ചിരിക്കുന്ന ഒരു കാറാണ് കൗണ്ടസ. നമ്മുടെ ടെമ്പോ മെറ്റഡോറിൻ്റെ ആണ്. 307. ഒരു ആർട്ട് വർക്ക് തന്നെ ഇതിനകത്ത് നടന്നിട്ടുണ്ട് കേട്ടോ, നല്ലൊരു ആർട്ട് വർക്ക് നടന്നിട്ടുണ്ട്. ഫ്രണ്ട് നമുക്ക് വിസിബിലിറ്റിയിലല്ല വെച്ചേക്കുന്നത്, ബട്ട് ഓക്കെ. അടുത്ത് സിപ്പാനി ഡോൾഫിൻ സലൂൺ. ഭയങ്കര കോൺട്രാസ്റ്റ് കളേഴ്സാണ്, നമുക്ക് ഇത്ര അട്രാക്റ്റഡ് ആവുന്ന ഒരു കളർ ആയതുകൊണ്ടാണ് കേട്ടോ. മാരുതി സുസുക്കി 800DX. അടുത്ത് വെച്ചേക്ക് നമ്മുടെ ഈ ഒരു കാറിൻ്റെ ഫുൾ പാസ്, എൻജിൻ പോയി എല്ലാ കംപ്ലീറ്റ് സാധനങ്ങളും ഇറക്കി തൂക്കിയിട്ടേക്കുന്ന ഒരു സ്കീമിലാണ് വെച്ചേക്കുന്നത്. നമുക്ക് ഡിസ്ക്രൈബ് ചെയ്ത് തന്നിരിക്കുന്നതാണ് അതിൻ്റെ ഒരു ഔട്ടർ കാര്യങ്ങൾ ഫുള്ള്. ടയറ്, അതിൻ്റെ ബോഡി, അതിൻ്റെ ബോണറ്റ്, അതിൻ്റെ എൻജിൻ. അതായത് നമുക്കും ഔട്ടല്ല പുറത്തുനിന്നുള്ളതൊക്കെ മനസ്സിലാക്കത്തിൽ ഓരോ പാർട്സ് ഇളക്കി മാറ്റി വെച്ചിട്ട്. നമ്മളെ കല്യാണത്തിന് ഇതേപോലത്തെ 4 വണ്ടിയും ഒരു അംബാസഡർ കാറ്. ഇതുപോലത്തെ അല്ല, സാധാ ഇതാണ് വണ്ടി, ഇതേ മോഡല് 1987. അപ്പോൾ നമ്മളെ കാലത്ത് ഇതുപോലത്തെയാണ് കല്യാണത്തിന് കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന വണ്ടി. നമ്മുടെ ഫ്രണ്ട് വ്യൂ ആണ് കേട്ടോ, ഫ്രണ്ട് വ്യൂ ഓഫ് മ്യൂസിയം. പിന്നെ എല്ലാവർക്കും അറിയാവുന്നൊരു സാധനമാണ് മാരുതി 800. ഭയങ്കര ഫെമിലിയർ ആണ്. ഇത് നമ്മുടെ അപ്ഡേറ്റഡ് ആയതിനു ശേഷമുള്ള നമ്മുടെ ഇലക്ട്രിക് കാറാണ് കേട്ടോ. റേവയുടെ ഒരു ഇലക്ട്രിക് കാറാണ്. റേവ ഇലക്ട്രിക്, മാനുഫാക്ചർഡ് ഇന്ത്യയിലാണ്. നമ്മളെ കൊച്ചു പിള്ളേരെയൊക്കെ പറഞ്ഞ് കളിപ്പിച്ച് ഫുഡ് കഴിപ്പിക്കുന്ന സാധനം. JCB ഫീഡ് മാർഷൽ ട്രാക്ടർ, മെയ്ഡ് ഇൻ ഗുജറാത്ത്. ഇതല്ലല്ലോ നമ്മുടെ JCB. ഇതിപ്പോൾ ഫസ്റ്റ് ലുക്കായിരിക്കും കേട്ടോ, JCBയുടെ ഒരു ഫസ്റ്റ് ലുക്കാണത്. കുഞ്ഞ് JCB. ഞാൻ കാർ മ്യൂസിയത്തിൻ്റെ കറക്റ്റ് എംബ്ലം, അതായത് ഒരു ബുള്ള് നമ്മുടെ ഒരു കാറിനെ എടുക്കുന്ന ഒരു സാധനം. ഇവിടെ നമ്മുടെ ലാൻസറാണ്, നമ്മുടെ ഇപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒരു വെഹിക്കിൾ. എല്ലാം ഉണ്ട് കേട്ടോ അതിനകത്ത്, ഇല്ലാത്തൊന്നും ഇല്ലെന്നാണ്. അതിനകത്ത് Hyundai Verna. It's manufactured Indian company. Oh. ഫിയറ്റ് ആണ്, ഫിയറ്റ് 800. അത് ഇനി അടുത്ത് നമ്മുടെ മാരുതി സുസുക്കി. ഗൈസ്, എന്തായാലും ഇത് വളരെ അടിപൊളിയൊരു ആയിട്ടുള്ളൊരു കാറിൻ്റെ കളക്ഷൻസാണ്. മസ്റ്റായിട്ട് നമ്മളിവിടെ വിസിറ്റ് ചെയ്തിരിക്കണം. എന്തായാലും നിങ്ങളും ഇവിടെ വരണം കേട്ടോ, ഉറപ്പായിട്ട്. കാരണം പല ഡിസൈൻസിലുള്ള അല്ലെങ്കിൽ പല മോഡൽസുള്ള, നമ്മൾ ജനിക്കുന്നതിന് നമ്മുടെ അപ്പൂപ്പന്മാരൊക്കെ ജനിക്കുന്നതിന് മുന്നേ ഉള്ള കാർസിൻ്റെ കളക്ഷൻസ് ഇവിടെ ഉണ്ട്. ഇന്ന് അടുത്ത് വേറൊരു ഇതാണ് കേട്ടോ, കേരള പെർഫോമിംഗ് ആർട്സ് ഓഫ് തുളുനാട്. കലയുടെ ഒരു ചെറിയ ഒരു ഡീറ്റെയിലിംഗ് ആണ്. ഞാനിവിടെ എനിക്ക് പയ്യന മ്യൂസിയത്തിനകത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. എന്താണെന്ന് അറിയത്തില്ല, എനിക്കിതിനെക്കുറിച്ച് വലിയ പിടുത്തില്ല. എക്കോസ് ഓഫ് ട്രഡീഷണൽ പ്ലേസ് ഫ്രം തുളുനാട്. ഇതൊക്കെ ഫുഡ് സ്ക്രബേഴ്സ്. ഈ വാള
ഇതൊക്കെ കാണിക്കുന്നത് നമ്മുടെ വിൻറ്റേജ് ആയി ഗൈസ്. ഇതൊന്നും ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഇത് ഇങ്ങനെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. വെള്ളം കോരാൻ വേണ്ടി പണ്ട് ഉപയോഗിച്ചിരുന്നത്. ഈ സാധനം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. ഇത് കണ്ടപ്പോൾ മനസ്സിലായി. നമ്മുടെ പോട്ടൊക്കെ ഇല്ലേ, അത് നമ്മളിങ്ങനെ തൂക്കിയിടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് അത്. ഇതെന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ സംഭവം. ഇത് നമ്മുടെ ബുൾസിലെ, അതായത് ഇവർ ഡെമോ കാണിച്ചേക്കുന്നതാണ്. ഇതൊരു കാർട്ടിൻ്റെ നമ്മുടെ ഓക്സ് കാർട്ട്, നമ്മുടെ കാളയുടെ ബാക്കിൽ കെട്ടി മീൻസ് ഇത് വെച്ചിട്ട് ബാക്കിൽ ഒരു സാധനം വെച്ച് വലിക്കുന്ന ഒരു സാധനമാണ് ഇത്. ജസ്റ്റ് ഡെമോ, ഈ ഒരു കാർട്ട് പോലെ വെച്ചിരിക്കുന്ന ഡെമോയാണ്. ഇത് നമ്മുടെ കൽഭരണി, ഇത് കൽഭരണി എല്ലാവർക്കും അറിയാം. കൽഭരണി ഇത് നമ്മുടെ തൂക്ക് വിളക്ക്, ലാമ്പ്. പണ്ട് കാലത്ത് ലാമ്പ് തൂക്കിയിടുന്ന, അപ്പോൾ വെട്ടം കിട്ടും, അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനം. പണ്ട് നമുക്കിങ്ങനെ ഇതില്ലല്ലോ, ഏതാ റെയിൽവേ ടോക്കൺ ടോക്കൺ പൗച്ച്. ഇതെന്ത് സാധനം എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. അവരുദ്ദേശിക്കുന്ന ഒരു കാർട്ടൂൺ ഇതാണ് വരച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെന്താണെന്നുള്ള സംഭവം എനിക്ക് മനസ്സിലായിട്ടില്ല. കമൻറ്റ് ബിലോ ഗൈസ്. എഗെയിൻ നമ്മുടെ കുറച്ച് പാത്രങ്ങളൊക്കെയാണത്. നോൺ ലോക്കലി പാവ് ആൻഡ് സിറു സാധനങ്ങളാണ്. കൽഭരണി, ഇതാണ് നമ്മൾ മാവ് പൊടിക്കുന്ന സംഭവങ്ങൾ. മാവ് ഇങ്ങനെ അകത്തിട്ട് രണ്ടടിയൊക്കെ അടിച്ച് സെറ്റ് ചെയ്യുന്ന സാധനങ്ങൾ. നമ്മുടെ കത്തി, കോളാമ്പി പോലത്തെ സംഭവം. സ്റ്റീം കുക്കർ, പണ്ട് കാലത്ത് കുക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കുക്കർ. ഇത് ഷുഗർ കെയിൻ ജ്യൂസ് മെഷീൻ. കരിമ്പിൻ്റെ ജ്യൂസ് ഉണ്ടാക്കുന്ന മെഷീനാണ് ഗെയ്സ്. ഇത് തന്നെ എന്തോ അതാണ് തോന്നുന്നു. കാരണം ഞാൻ വേറെ ഒന്നല്ല, ഇത് കണ്ട് പറഞ്ഞതാണ്. ഷുഗർ കെയിൻ ജ്യൂസ് ഉണ്ടാക്കുന്ന മെഷീൻസ്. പാത്രങ്ങൾ, ഇത് വലിയ പാത്രം. ബിരിയാണി ഉണ്ടാക്കണമാണോ എന്തോ അതെനിക്കറിയത്തില്ല. ഇതൊരു വലിയ പാത്രം. ഇതാണ് നമ്മുടെ സ്റ്റുഡിയോ ക്യാമറ, സ്റ്റുഡിയോയിൽ യൂസ് ചെയ്യുന്ന പണ്ട് കാലത്തെ ക്യാമറ. അവിടെ നമുക്ക് ആക്ഷൻ ക്യാമറ ഗൈസ്, അതാണ് ആ സാധനം. പിന്നെ അവിടെ കുറേ ചിത്രപ്പണികളുണ്ട്. ദെൻ പണ്ട് കാലത്ത് ടൈപ്പ് റൈറ്റേഴ്സ്, അത് മോഡൽ 5 ടൈപ്പ് റൈറ്റേഴ്സാണ്. ഇപ്പം നമ്മുടെ സിസ്റ്റത്തിൽ തന്നെ ടൈപ്പ് ചെയ്തെടുക്കും. പണ്ട് ഇതൊക്കെയാണ് നമ്മൾ ടൈപ്പ് റൈറ്റേഴ്സാണ് ഈ സാധനമൊക്കെ. ഇത് എടുത്ത് ഏരിയൽ ക്യാമറ ആണ് കേട്ടോ. ഇത് ഏരിയൽ മോഡൽ ക്യാമറ K15. അത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. മോഡൽ സ്റ്റിൽ ക്യാമറ. ഇത് പണ്ട് കാലത്തെ ഫോൺ. ഇത് നമ്മുടെ പണ്ടത്തെ ഒരു ടൈപ്പ് ഫോണാണ്. ഇത് ടെലസ്കോപ്പ്. ഇത് നമ്മുടെ നേവിക്കാർ യൂസ് ചെയ്തിരുന്ന ടെലിഫോണാണ് കേട്ടോ. നേരത്തെ ബാക്ക് കണ്ടായിരുന്നു ടെലിഫോൺ. പിന്നെ അയൺ ബോക്സ്. വീരേന്ദ്ര യൂസ് ചെയ്തിരുന്ന ക്യാമറയാണ്. ഇത് ബോക്സ് ക്യാമറ. ഇത് ഭയങ്കര റയർ സാധനമുണ്ട്. പിന്നെ സിനിക്കോൺ 8. ഇതൊരു ക്ലോക്കാണ്. പിന്നെ മുകളിലും ക്ലോക്ക്. ഇവിടെ ഒരു കുറച്ച് ആർട്ടാണ്. സേഫ് ലോക്കറാണ് ഗൈസ്. പണ്ട് കാലത്തെ സേഫ് ലോക്കറാണ് ഈ കാണുന്നത്. ഇത് ലെതർ ഷാഡോ പപ്പറ്റ്സ്. മറ്റേ ഷാഡോ പപ്പറ്റ്സ് ഇല്ലേ നമ്മുടെ, എനിക്ക് തോന്നുന്നു പണ്ടൊക്കെ നമ്മളെ ഗെയിം നമ്മൾ ഓരോ പിള്ളേരുടെ ഓരോ സ്ഥലത്തൊക്കെ കാണാൻ വേണ്ടി കളിക്കാനൊക്കെ, മീൻസ് ഈവനിങ് ഒക്കെ പോയിരുന്ന് കഥകളി പോലെയൊക്കെ കാണുന്ന ഒരു ഫോക്കാണിത്. പിന്നെ കുറേ കലാരൂപങ്ങൾ. മൈസൂർ ട്രഡീഷണൽ പെയിൻറ്റിങ്സ് ആണ്. മൈസൂരിൻ്റെ ഒരു കാലഘട്ടത്തെ വിളിച്ചറിയിക്കുന്ന പെയിൻറ്റിങ്സ്. പിന്നെ മൈസൂർ മഹാരാജാസ്. ഒരുപാട് തിരക്കുണ്ട് കേട്ടോ ഇവിടെ. എനിക്ക് തോന്നുന്നു ഈ ഒരു ടൈംസിലൊക്കെ ഒരുപാട് തിരക്കായി. പിള്ളേരാണ് എനിക്ക് ഇത് കാണാൻ വേണ്ടി വരുന്ന കൂടുതലും യങ്സ്റ്റേഴ്സാണ്. ശ്രീകൃഷ്ണയുടെ ഉണ്ട്. മൈസൂർ ഗ്ലാസ് പെയിൻറ്റിങ്സ് ആണ് ഇതൊക്കെ. ചെറിയൽ പെയിൻറ്റിങ്സ് ആൻഡ് ഗ്ലാസ് പെയിൻറ്റിങ്സ്. ഇപ്പോൾ രാജ രവിവർമ്മയുടെ പെയിൻറ്റിങ്സ് ഒക്കെയാണ് ഇവിടെ കാണുന്നത് ഫുള്ള്. പിന്നെ
പിന്നെ വലിയൊരു ക്യാമറ, അതായത് നമ്മൾ അപ്ഡേറ്റഡ് ആവണതിനനുസരിച്ച് യൂസ് ചെയ്യുന്ന ക്യാമറാസാണത് ഫുള്ള്. ഇത് സിറിയൻ അമേരിക്കൻ സ്റ്റൈലാണ് ഈ സാധനം. ഇതെന്താന്നുള്ളത്, ഇത് ഓക്സി പാത്തർ കാനഡ ഗൈസ്. ഇതൊരു ബിഗ് ക്യാമറ. മഞ്ജുഷ റീകൺസ്റ്റിറ്റ്യൂഷൻ എഡ്യൂക്കേഷൻ അവരുടെ എന്തോ ആണ്, അവരാണ് അതിൻ്റെതാണ് വെച്ചിരിക്കുന്നത്. പെട്ടെന്ന് നമ്മൾ നോക്കാത്തൊരു സംഭവമാണ്, മുകളിൽ കുറേ ലൈറ്റ്സ് ഒക്കെ ഹാങ് ചെയ്തിട്ടുണ്ട്. പണ്ട് കാലത്തുള്ള കുറേ അത് ഓരോ അപ്ഡേറ്റ് ആവുന്നതിനനുസരിച്ചുള്ള ലൈറ്റ്സ് ആണത് ഫുള്ള് കാണുന്നത്. ഇതെന്ത് സാധനമാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇത് അറിയത്തില്ല കേട്ടോ എനിക്കെന്താ. കോഡാക്ക് അതെന്താണെന്നുള്ളത് എനിക്ക് ശരിക്കും ഇപ്പോഴും മനസ്സിലായിട്ടില്ല, എഴുതി വെച്ചിട്ടും മനസ്സിലായിട്ടില്ല. ഇത് എന്താണെന്നുള്ളത് റേഡിയോ. ഇത് റേഡിയോ ആണ് കേട്ടോ, പണ്ടത്തെ റേഡിയോ, റയർ പീസ് റേഡിയോ. ദെൻ ഇത് പോർട്ടബിൾ ഗ്രാമഫോൺ. ഇത് ഗ്രാമഫോൺ അറിയാലോ, ട്രഡീഷണൽ ഐറ്റംസ്. ഇത് നമ്മുടെ വൈൻ ഗ്ലാസ് ബോട്ടിലാണ്. ഡെനി ജോൺ 1980. അപ്പോൾ പഴക്കം ഒന്ന് ചിന്തിക്കുക. വൈൻ ഗ്ലാസ് ആണിത്. സോഡ ഗൈസ്, ഇത് സോഡ മേക്കർ. ഇത് സോഡ മേക്കർ. ഇതെങ്ങനെ മേക്ക് ചെയ്യും എന്നുള്ളത് ഇവർ ഡിസ്ക്രൈബ് ചെയ്തിട്ടില്ല. ഇത് ഇംഗ്ലണ്ടിലെ പ്രോപ്പർട്ടിയാണ്. റെയിൽവേ ടോക്കൺ പൗച്ച്, എനിക്കൊന്ന് റെയിൽവേയുടെ അടുത്ത ഒരു ടോക്കൺ പൗച്ചാണ്. ഇത് ടീ സാമാവോ, ചായ അറിയാലോ, നമ്മുടെ ചായയുടെ എന്ത് സംഭവങ്ങളൊക്കെയാണ്. അടുത്ത് റേഡിയോ ത്രൂ ഔട്ട് ടൈമാണ്. നെക്സ്റ്റ് ഗ്രാമഫോൺ. ക്ലിയർ ഇല്ലേ ഗൈസ്? ഗ്ലാസ്സിനകത്താണ്, സോ അത്രയും വലിയ ക്വാളിറ്റി എക്സ്പെക്റ്റ് ചെയ്യരുത്. കാണാൻ നമുക്ക് പുറമെ ഇവിടെ നോക്കുമ്പോൾ നല്ല വിസിബിലിറ്റി ഉണ്ട്, ബട്ട് ഇവിടെ നോക്ക് അത്രയും വലിയ വിസിബിലിറ്റി ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. നെക്സ്റ്റ് ഇതൊക്കെയാ വേദിക് ലിറ്ററേച്ചേഴ്സ്, ഡെവലപ്മെൻറ്റ് ഓഫ് ഇന്ത്യൻ ലാംഗ്വേജസ്. ഇത് ബയോഗ്രഫിക് എന്നപ്പോൾ ഹാൻഡ് റൈറ്റിങ്സിൻ്റെ ആണ് കേട്ടോ. ഇത് ചിത്ര ഹാൻഡ് റൈറ്റൺ. കോപ്പർ പ്ലേറ്റിൻ്റെ ആണത്. ഇത് ഫാർമൻ ലെറ്റർ. ഇതെല്ലാം ഹാൻഡ് റിട്ടേൺ ചെയ്തിട്ടുള്ളത് നമ്മുടെ കൈപ്പടയിൽ തന്നെ എഴുതിയിട്ടുള്ള പല ലാംഗ്വേജസ് ഉണ്ട്. ഇല്ലെങ്കിൽ ഓരോ മൈസൂർ സ്റ്റാർ ന്യൂസ് പേപ്പർ. ഇത് ശ്രീ കൃഷ്ണരാജ പഞ്ചരംഗ. പിന്നെ മാധവി ജയ. ഞാൻ അടുത്തൊരു സാധനം, നമ്മുടെ ഓലത്തണ്ടില്ലേ, ഇല്ലെങ്കിൽ നമ്മുടെ തടിയിലൊക്കെ ഭാഗത്തിൽ എഴുതി വെച്ചിട്ടുള്ള ചെറിയ ചെറിയ പേപ്പേഴ്സാണ് ഈ സംഭവങ്ങളൊക്കെ. അടുത്ത് ഇതാണ് ഗൈസ്, കുറെ വാളും പരിചയം. ഇതെല്ലാം കഴിഞ്ഞ് നമ്മളടുത്ത് ഇനി ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. അടുത്ത് എന്താ നോക്കാം. നല്ല തിരക്കാവുന്നുണ്ട് ഒരു ടൈം കഴിയുന്നതോടെ. നമ്മൾ പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് കണ്ടൊരു റിവ്യൂ ആണ്, ഏതോ പിള്ളേരൊക്കെ എഴുതി വെച്ചതാണ്. ഇത് വളരെ വളരെ നല്ലൊരു ഇതാണ്. ഇതുപോലൊരു ഇത് വരെ ഇതിനകം കണ്ടിട്ടില്ല. താങ്ക് യു ഗൈസ്. നല്ല തിരക്കുണ്ട് കേട്ടോ. അറൗണ്ട് എനിക്ക് തോന്നുന്നു 4 മണിയായി, പക്ഷെ നല്ല തിരക്കായിട്ടുണ്ട്. ഞങ്ങളപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് ഗൈസ്. നമ്മളിപ്പോൾ ഇനി ഇവിടെ നിന്ന് നേരെ നമ്മൾ മ്യൂസിയത്തിന് ബൈ. ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല, ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോൾ കുറച്ച് ലേറ്റായി, അറൗണ്ട് ഒരു 11:30 ഒക്കെ ആയി. സോ ഞങ്ങൾക്ക് ഇനിയാണ് വിശപ്പ് സ്റ്റാർട്ടായത്. അപ്പോൾ നമ്മൾ പയാന കാർ മ്യൂസിയത്തിനോട് ബൈ. ഗൈസ്, ഇവിടെ നമുക്കൊരു കഫറ്റേറിയ ഉണ്ട്, പ്യൂർ വെജ് ആണ്. പിന്നെ ഇവിടെ പ്ലേ ഗ്രൗണ്ട്സ്, പിള്ളേർക്ക് എൻ്റർടൈൻ ചെയ്യിപ്പിക്കാനായിട്ട് പ്ലേ ഗ്രൗണ്ട്. അതും ടയറിൻ്റെ ഒരു ഷേപ്പാണ് കേട്ടോ, ടയറിട്ടാണ് അവരതും ചെയ്തിരിക്കുന്നത്. കണ്ടോ,
ഇവിടുത്തെ ഒരു റെസ്റ്റോറൻ്റ് ആണ്. ഭയങ്കര ആംബിയൻസ് അല്ലേ ഗൈസ്. പിള്ളേർക്ക് കൂടുതൽ എനിക്ക് എല്ലാം പിള്ളേരാണ്. പിള്ളേർക്കൊക്കെ നല്ല വൈബിന് വന്നിരുന്ന് ഫുഡ് കഴിക്കാൻ നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് വേറെ ഒന്നുമല്ല, നമ്മൾ 2 സെറ്റ് റൈക്ക ബീബി ഉണ്ട്. അപ്പോൾ റൈക്ക ബീബിക്ക് വേണ്ടി വടയും ഓർഡർ ചെയ്തു, പിന്നെ 2 സെറ്റ് മസാല ദോശ ഓർഡർ ചെയ്തു, പിന്നെ വെജിറ്റബിൾ ബിരിയാണി. കാരണം ഇവിടെ വെജിറ്റേറിയൻ ഷോപ്പാണ്, വേറെ ഒന്നുമില്ല. സോ ഞങ്ങൾ ഓർഡർ ചെയ്തത് ഇതൊക്കെയാണ്. എല്ലാം കൂടെ ഒരു 916 രൂപയൊക്കെ ആയുള്ളൂ. ജ്യൂസസൊക്കെ ഇനി അടുത്ത് ഓർഡർ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. കഴിച്ചിട്ട് പറയാൻ ഇവിടുത്തെ ഫുഡ് എങ്ങനെയുണ്ടെന്നുള്ളത്. റൈക്ക ബീബി ഭയങ്കര ഓണാണ് ഗൈസ്. പ്രൊഫഷണൽസ് ആണ് ഗൈസ്. നമ്മുടെ മസാല ദോശ റെഡി. ഞങ്ങൾ ഫുഡൊക്കെ നല്ല അടിപൊളി ഫുഡാണ്. എനിക്ക് ഇവിടുത്തെ ഫുഡ് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൻ്റെ ആംബിയൻസും, പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങി ഫ്രണ്ടിലോട്ട് വരുമ്പം ഒരു പ്രോഗ്രാം നടത്തത്തക്ക രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളൊരു സ്ഥലം കണ്ടായിരുന്നു, ഒരു ഗാലറി പോലെയൊക്കെ. എനിക്ക് ഇതിനിടയ്ക്ക് ഇവിടെ എന്തെങ്കിലും ഫങ്ഷൻസിനൊക്കെ ഇവിടെ എന്തെങ്കിലും പ്രോഗ്രാംസ് നടക്കുമായിരിക്കും, എന്താണെന്ന് അറിയില്ല. പിന്നെ ഞാനിവിടെ ഇങ്ങനെ നേരത്തേക്ക് നടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മൈസൂരിലെ Day 1 ഇവിടെ എൻഡ് ചെയ്യാണ്. എനിവേ ബൈ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.